2024 കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്ത ഗ്രോസ് കളക്ഷൻ നേടിയ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സാബ് മീഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊത്തം 7 സിനിമകളുടെ ലിസ്റ്റാണ് ഇപ്പം എടുത്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന 7 സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ്. പിന്നെ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഈ ഒരു സിനിമ 72 കോടി 30 ലക്ഷം രൂപ നേടിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ടാണ്. വേൾഡ് വൈഡ് ആയിട്ട് 235 കോടിയാണ് ഈ സിനിമ നേടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ കേരളത്തിൽ നിന്ന് മാത്രം 72 കോടി 30 ലക്ഷം നേടി. അപ്പോൾ എന്നാലും ഈ ഒരു സിനിമ ഈ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇൻഡസ്ട്രി ഹിറ്റായി മാറണമെന്നുണ്ടെങ്കിൽ 2018 ഏകദേശം 80 കോടിക്ക് അടുത്ത് തന്നെ കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് ഇപ്പോഴും 2018 തന്നെയാണ്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് 72 കോടി 30 ലക്ഷം രൂപ കേരളത്തിൽ നിന്നും 235 കോടി രൂപ പിന്നെ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുണ്ട്. അടുത്തത് രണ്ടാമത്തെ സിനിമ നമ്മുടെ പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയാണ്. ഈ ഒരു സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇതുവരെ ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 70 കോടി 40 ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് മാത്രമായി നേടിക്കഴിഞ്ഞു. വേൾഡ് വൈഡ് ആയിട്ട് 144 കോടി ഈ സിനിമ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി നാളെ മറ്റന്നാളൊക്കെ ഷോസ് ഉണ്ട്. നല്ല എന്താ പറയുക പിന്നെ ഹൗസ്ഫുൾ ഷോസാണ് കൂടുതലുള്ളത്. അപ്പോൾ എന്തായാലും ഈ അടുത്തൊരു ചിലപ്പം കേരളത്തിൽ നിന്നൊരു 100 കോടി നമുക്ക് ഈ ഒരു സിനിമ പ്രതീക്ഷിക്കാവുന്നതാണ്. വെയിറ്റ് ചെയ്യാം. അടുത്തത് മൂന്നാമത്തെ സിനിമ പ്രേമലു. ഈ ഒരു സിനിമ 9.5 കോടി മുടക്കിയിട്ടാണ് ഈ ഒരു സിനിമ 9 കോടിയാണ് ഇതിൻ്റെ ബജറ്റ് വരുന്നത്. ഈ സിനിമ വേൾഡ് വൈഡ് 135 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമ കളക്ട് ചെയ്തെന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 63 കോടി 10 ലക്ഷം രൂപ ഈ സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ സിനിമ ആവേശം എന്ന് പറഞ്ഞ സിനിമയാണ്. ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. 28 കോടി 15 ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമ ഇതുവരെ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ട് 70 കോടി ഈ സിനിമ നേടിക്കഴിഞ്ഞു. അടുത്ത സിനിമ മമ്മൂക്കയുടെ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ കേരളത്തിൽ നിന്നും 24 കോടി 15 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രമായി നേടിയിട്ടുള്ളത്. പിന്നെ വേൾഡ് വൈഡ് ആയിട്ട് 65 കോടിയാണ് ഈ സിനിമ പിന്നെ കളക്ഷൻ നേടിയിട്ടുള്ളത്. ആറാമത്തെ സിനിമ എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയാണ്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഈ ഒരു സിനിമ 22 കോടി 85 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമ നേടിയിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ട് 40 കോടി 53 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയാണ് ഏഴാമത്തത്. ഈ ഒരു സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 21 കോടി 65 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ആയിട്ട് 52 കോടിയാണ് ഈ സിനിമ ഇതുവരെ ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഇതുവരെ 52 കോടി രൂപ വേൾഡ് വൈഡ് ആയിട്ട് നേടിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 21 കോടി 65 ലക്ഷം രൂപ നേടിക്കഴിഞ്ഞു. അപ്പോൾ ഈ 7 സിനിമകളാണ് ഇപ്പോൾ ഓൾറെഡി ടോപ്പിൽ നിൽക്കുന്നത്. ഇതിൽ മഞ്ഞുമൽ ബോയ്സ് ആണ് ഏറ്റവും ടോപ്പിൽ. ആടുജീവിതം ഈ സിനിമയെ വെട്ടിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആവേശവും അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷമൊക്കെ അടിച്ചു കയറി വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വർഷം തുടങ്ങി തന്നെ നല്ലൊരു എന്താ പറയുക മലയാള സിനിമകളിൽ നല്ല നല്ല സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത മാസവും നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട്. പവി കെയർ ടേക്കർ വരുന്നുണ്ട് ദിലീപിൻ്റെ. പിന്നെ 1-ാം തീയതി മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ വരുന്നുണ്ട് നിവിൻ പോളിയും ധ്യാൻ ശ്രീനിവാസനുള്ള. പിന്നെ 3-ാം തീയതി നടികർ വരുന്നുണ്ട് ടൊവിനോ തോമസിൻ്റെ. 16-ാം തീയതിയാണെന്ന് തോന്നുന്നു ഗുരുവായൂർ അമ്പലനടയിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾ നല്ല നല്ല ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല സിനിമകളാവട്ടെ എന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക്. ഓക്കെ, അപ്പോൾ ടോപ്പ് ഗ്രോസസ് 2024 അറ്റ് കേരള ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 crore കേരളത്തിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 crore നേടിയ സിനിമ ഏതാണെന്നുള്ളത് ഒരു ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.